ഹലോ, വെൽക്കം ബാക്ക് ടു റെസിപ്പീസ്മൈൻ. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ചീര കബാബിൻ്റെ റെസിപ്പി ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടി കുട്ടികളൊക്കെ ഇപ്പോൾ മൊബൈലിൽ ഗെയിം കളിക്കലും ഫിലിം കാണലും ടിക്ടോക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഫുൾ ടൈം മൊബൈൽ കൊടുക്കുന്നതിന് പകരം അവർ ഇടയ്ക്ക് നമുക്ക് കിച്ചണിലെ ആ പണികളിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വിളിക്കുകയാണെങ്കിൽ അവർക്കും ബോറടിക്കില്ല, നമുക്കൊരു ഹെൽപ്പും ആവും. അപ്പോൾ ഫത്തു ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല പിടിച്ചുകൊണ്ട് വന്നതാണ്. ഐസ്ക്രീം മേക്കറിൽ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. ഇത് ഇവിടെ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഫ്രീസറിൽ വെച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ജ്യൂസ് ഒഴിച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കുറച്ച് സമയം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ചെത്തിക്കോരി ഐസ്ക്രീമിൽ ക്രഷ്ഡ് ഐസ് അതുപോലെ ആയി കിട്ടും. അതിങ്ങനെ ഏത് ജ്യൂസായാലും അതിലൊഴിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി. ഒരു 5 മിനിറ്റ് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ക്രഷ്ഡ് ഐസായിട്ട് മാറും. നമുക്ക് വെറും വെള്ളം ഒഴിച്ചാലും ഐസായിട്ട് കിട്ടും. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിപ്പോൾ കുറേ കാലമായി ഇവിടെ ഫ്രീസറിൽ കിടക്കുന്നു. അപ്പം എന്തെങ്കിലും ഒരു പണി ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് മൊബൈലിൽ തന്നെ കളിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പണി ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പിടിച്ചുകൊണ്ടുവന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഐസായി നോക്കിയേ. ഇത് ഇനിയും പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലതുപോലെ പൊടി പൊടിയായിട്ടുള്ള ഒരു ചെത്തിക്കോരി, നിങ്ങളെന്താ പറയുകയെന്ന് അറിയില്ല, നമ്മളെ നാട്ടിലുണ്ട് ആ ചെത്തിക്കോരി എന്ന് പറയുന്നത്, അതുപോലെയാവും. നല്ല ക്രഷ്ഡ് ഐസായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രസമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവൾക്കും ഇതിങ്ങനെ പ്രസ് ചെയ്ത് കളിക്കാൻ ഇഷ്ടമാണ്. ഞാനും അതുപോലെ തന്നെ അവളൊപ്പം കൂടിയിട്ട് രണ്ടാളും കൂടിയിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോമ്പാണ്, ഹജ്ജിൻ്റെ നോമ്പ്. അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല, മോൾക്ക് കുറച്ചാക്കി കൊടുത്തു. ഫത്തുന് പിന്നെ ഡ്രോയിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഒരുപാട് ഡ്രോയിങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫുൾ ടൈം അങ്ങനെ മൊബൈലിൽ ഇരിക്കാറില്ല. അപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. സ്ക്രഞ്ചീസ് ഉണ്ടാക്കൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഹിജാബ് സ്ക്രഞ്ചീസ് ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിലുള്ളതാണ്. അപ്പോൾ നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല പൈസയുണ്ട്. ഏകദേശം 90 ദിറംസൊക്കെ വരുന്നുണ്ട് ഓരോ നല്ല സ്ക്രഞ്ചീസിനൊക്കെ. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട്, അതായത് ഒരുപാട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മെഷീൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഒരുപാട് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ പറ്റും. മെഷീൻ ഇല്ലാതെ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങുന്നതിലും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായിട്ട് സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അതായത് വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈ സ്ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ചെറുമാതിരി ഒരു പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണിത്. ഞാൻ ഓൺലൈനിൽ ഇതിൻ്റെ പ്രൈസ് നോക്കിയപ്പോൾ ഏകദേശം ഒരു 80-90 ദിറംസൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഹിജാബ് സ്ക്രഞ്ചീസിന്. ഏകദേശം ഒരു 91 ദിറംസ് ഇവിടെ ഉണ്ട്, അതായത് 1800 റുപ്പീസ്. നമ്മുടെ പ്രാവ് ഇവിടെ വന്നിട്ട് തന തിന്നുന്നുണ്ട്. തനിയും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അത് അവിടെ ഇരുന്ന് ഫുഡൊക്കെ സമാധാനത്തോടെ കഴിച്ചോട്ടെ. നമുക്ക് ചീര കബാബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 കെട്ട് ചീരൻ്റെ ആ ഒരു ഇല മാത്രം കത്രി കൊണ്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറേശ്ശെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആക്കരുത്. ആ ചീരൻ്റെ ഇലകളൊന്ന് ക്രഷായി കിട്ടിയാൽ മതി. ഇതുപോലെയാണ് വേണ്ടത്. ബാക്കിയുള്ള ചീരൻ്റെ ഇലകളും നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡാണ്. ഒരു 4 വലിയ പീസ് ബ്രെഡ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ബ്രൗൺ പാർട്സ് ഒന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ വലിയ പീസ് ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക, ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ എടുക്കാം. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ചീരയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ചീര കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അതായത് നമ്മൾ ഈ തോരനും ചോറിൻ്റെ കൂടെയൊക്കെ കൊടുത്താൽ അവർ എന്തായാലും കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അതേസമയം ഇതുപോലെ സ്നാക്സൊക്കെ ആക്കിയിട്ട് കുറച്ച് കച്ചപ്പൊക്കെ വെച്ച് കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളൂ. ഇതിപ്പം ഞാൻ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ ബ്രെഡ് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രം ആ ചീരയിലുള്ള വെള്ളം കൂടി ബ്രെഡിൽ പിടിച്ചിട്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്, ചതച്ചതല്ല, അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചിക്കൻ കബാബും മീറ്റ് കബാബൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്റർ നല്ലതുപോലെ നമ്മൾ കയ്യിലെടുത്ത ഉരുട്ടുന്ന ഒരു പാകത്തിനായിരിക്കണം. ഇതിപ്പോൾ കുറച്ച് ലൂസ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഒരു 1/4 കപ്പ് റവയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ബാറ്റർ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിലാക്കി എടുക്കണം. അതിനനുസരിച്ചിട്ട് റവയോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടുക, എന്നിട്ട് ഇതുപോലെ വലിയൊരു ഉരുള തന്നെ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ വടൻ്റെ ആ ഒരു ഷേപ്പിലാണ് പരത്തുന്നത്. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ നമ്മൾ സാധാ വടയൊക്കെ കബാബൊക്കെ പൊരിച്ചെടുക്കുന്നില്ല, അതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. കുറേ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പിയായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ്. നമ്മളിതിൽ ചീര ചേർത്തെന്ന് കഴിക്കുമ്പോൾ മനസ്സിലാവില്ല, ശരിക്കും നല്ലൊരു രുചി തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക. മീറ്റ് മസാലയൊക്കെ ചേർക്കുമ്പോൾ ആ ഒരു നോൺ വെജിൻ്റെ ടേസ്റ്റും കൂടി ഇതിൽ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചീര കബാബ് റെഡിയാണ്. കണ്ടില്ലേ, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് പുറഭാഗം നല്ലൊരു ക്രിസ്പിയാണ്. പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ ചെറിയ പീസ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചീര കബാബ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.